My dear friends, welcome to Marine Designs. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മിഷ്യൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ചതുമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ്റെ ജെറി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടിനൂലായിട്ട് ഞാൻ വൈറ്റ് സാധാ നമ്മുടെ മിഷ്യനിൽ ഉപയോഗിക്കുന്ന നൂല് തന്നെ ഇട്ടാൽ മതി. ആ നൂല് ചുറ്റിയെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതുപോലെ ഞാൻ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കട്ടിയുള്ള പേപ്പറിൽ ഡിസൈൻ വരച്ചെടുത്തിട്ട് നമ്മുടെ ചോക്ക് വെച്ച് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഷോളിൻ്റെ അരികു ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഫ്രെയിം ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അഴിച്ചെടുത്ത് നീളം കൂട്ടിയെടുക്കാം. പിന്നെ ഈ പേപ്പറിൻ്റെ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം ടൈറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തുണി സ്ക്രൂ ഉള്ള ഫ്രെയിം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ കുറച്ച് ഭാഗം ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ചെയ്യണമല്ലോ. അപ്പം നമ്മളെവിടെയാണോ നിർത്തിയത് അതിൻ്റെ ആ ഡിസൈൻ കുറച്ച് ഭാഗം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരാൻ പാകത്തിന് അതിൻ്റെ ബിഗിനിങ് എൻഡ് ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മറ്റേ ഉള്ളിൽ വരുന്ന ചെറിയ ഫ്രെയിം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ടൈറ്റാക്കി വെക്കുക. നമുക്ക് ഫ്രെയിം എത്ര ടൈറ്റ് ആകുന്നോ അത്രയും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ വർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ലൂസായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ നീഡിലിറങ്ങുന്ന ഗ്യാപ്പ് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ നീഡിൽ സിക്സാഗ് രീതിയിൽ അനങ്ങുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ തുണി ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കണം. അതുപോലെ ഈ കനം കുറഞ്ഞ പിന്നി പോകുന്ന സിൽക്ക് തുണി അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലാണെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഫ്രെയിമിൻ്റെ ആ പൊസിഷനിൽ മെറ്റീരിയൽ വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റ് ചെയ്തതിന് ശേഷം തുണി വലിഞ്ഞു പോകാതിരിക്കാൻ ഇതിൻ്റെ താഴെയുള്ള ഈ സ്ക്രൂ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷവും നമുക്ക് തുണി വലിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടി വലിച്ചെടുത്ത് ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നാലാണ് നമ്മുടെ സ്റ്റിച്ച് ചുഴിവ് വീഴാണ്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതിൽ എക്സ്പെർട്ടൊന്നും അല്ല. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാനൊരു ക്ലാസ്സിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ഒക്കെ കുറച്ച് ഒരു ദിവസമൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇനി ഇതിൽ എക്സ്പെർട്ടായിട്ട് ചെയ്ത് നോക്കാനുള്ള സമയമില്ല. എനിക്ക് വർക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ 2 ദിവസമൊക്കെ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ സ്കാലപ്പ് ഡിസൈൻ സാധാരണ ചെയ്യുക നമ്മൾ തുടങ്ങുന്ന പൊസിഷനിൽ വീതി കുറച്ചിട്ട് സെൻറ്ററിൽ വരുമ്പോൾ നന്നായിട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി പിന്നെ കുറച്ച് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ടും ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ വർക്ക്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സഡ് ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3.5-ൽ ഫിക്സാക്കി വെച്ച് കൊടുത്തിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. ഇതിന് തൊട്ട് മുമ്പിട്ട് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ ലെങ്ത്ത് കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രെയിം നമ്മുടെ സ്റ്റിച്ച് വരുന്ന ആ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. പൊസിഷൻ ചേഞ്ച് ആക്കി കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിച്ച് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം അനക്കി കൊടുക്കുക. ഇനി നമ്മൾ അവിടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് മുട്ടും കൊണ്ട് ലെങ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണം. സൈഡിൽ സ്റ്റിച്ച് ചെയ്തേക്കണം റഫ് തുണി നമ്മുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് അഴിച്ചെടുത്ത് ബാക്കി ഭാഗത്തേക്കും കൂടി അറ്റാച്ചാക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഒരു സിൽക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ആ മെറ്റീരിയലിൻ്റേതായ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം ചെയ്യേണ്ട വന്ന മെറ്റീരിയലും ഇങ്ങനത്തെ ഒരു മെറ്റീരിയലായി പോയി. അപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കാൻ നമ്മൾ വർക്ക് കേൾക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി സമയം വേസ്റ്റാക്കാണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ മെഷീൻ മേടിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ആ ദിവസം കൊണ്ട് അത്രയും പഠിച്ച് ഞാൻ ചെയ്തെടുത്തു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിനി
ചെയ്തതുകൊണ്ട് ഈ വർക്ക് ചെയ്ത് നിങ്ങളെ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയ ഡിസൈൻസ് ചെയ്യുമ്പോഴും പുതിയ വർക്കുകൾ ചെയ്യുമ്പോഴും വീഡിയോസ് എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്തതെന്നായിരിക്കും. അതുപോലെ പുതിയ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസും മോഡലുകളും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പോട്ട് ഇനിയും നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്